ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, യുദ്ധം തുടങ്ങിയതിനു ശേഷം നമ്മുടെ എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോക്ക് പോയിന്റ് ആണ് ഹോർമൂസ് കടലിടുക്ക്. ആ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഇറാന് ഡോമിനൻസ് ഉള്ളൊരു ചോക്ക് പോയിന്റ് ആയതുകൊണ്ട്, ഇറാന് യുദ്ധം തുടങ്ങിയതിനു ശേഷം അത് ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താനൊക്കെ തന്നെ സാധിച്ചു. ഇറാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഗ്ലോബൽ ഓയിൽ ട്രേഡിൻ്റെ ഏകദേശം 20 മുതൽ 25% 21% ഈ പറഞ്ഞ കടലിടുക്കിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഈ പറഞ്ഞ ഒരു കടലിടുക്കിനെ ആശ്രയിക്കുന്നത്. ഈ കടലിടുക്കിലുള്ള ചരക്ക് ഗതാഗതത്തെയാണ് ആശ്രയിക്കുന്നത്, പ്രത്യേകിച്ച് എനർജിയുടെ ട്രാൻസിഷൻ. അപ്പോൾ നമുക്കറിയാം, യുദ്ധത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പ്രതിസന്ധികളുണ്ട്, സങ്കീർണതകൾ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള അവസ്ഥകളിൽ കൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കും. ഇറാൻ ചൈനയുടെ കപ്പലുകളെ മാത്രമേ അതുവഴി പോകുവാൻ അനുവദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെട്രോ ഡോളർ എന്ന് പറയുന്ന അമേരിക്കൻ എക്കോണമിയെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒരു പില്ലാർ എന്ന് നമുക്ക് പറയുന്ന പെട്രോ ഡോളറിന് വളരെ, എന്താണ് പറയുന്നത്, ഒരു മാരകമായിട്ടുള്ളൊരു പ്രഹരമേൽപ്പിക്കുന്ന രീതിയിലുള്ളൊരു തീരുമാനമാണ് ഇറാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്തിലെ 80% മുകളിലും പിന്നെ ഓയിൽ ട്രേഡ് ചെയ്യുന്നതും പ്രൈസ് ചെയ്യുന്നതും ഡോളറിലാണ്. റഷ്യയുടെ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്ഷൻ ഉള്ളതുകൊണ്ട് ഡോളറിലല്ല, അത് റൂബിളിലും യുവാനിലും ഒക്കെ ഉണ്ട് ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ ഇറാനും ചൈനയുമായിട്ടുള്ള, അല്ലെങ്കിൽ ഇറാനും ഈവൻ ഇന്ത്യയുമായിട്ടൊക്കെ ട്രേഡ് നടന്ന സമയങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ ഓയിലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചുരുക്കം 80% എന്ന് പറയുമ്പം ബാക്കി 20% ഈ പറഞ്ഞ സാങ്ഷൻസ് ഉള്ള രാജ്യങ്ങൾക്ക് ബാധകമായിട്ടുള്ള ഒരു പിന്നെ പ്രദേശമാണ്. പ്രദേശം മീൻസ് ഈ ഡോളറിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങളുടെ അവസ്ഥകൾ നമ്മൾ എടുക്കുമ്പോൾ ഈ ചൈന, ഈവൻ ചൈന ഇറാൻ, അല്ലെങ്കിൽ ചൈന റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങൾ, ഈവൻ ഇന്ത്യ ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ഡോളറിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഏകദേശം 80% മുകളിലും ലോകത്തിലെ ക്രൂഡ് ട്രേഡ് ചെയ്യുന്നതും പ്രൈസ് ചെയ്യുന്നതും ഡോളറിൻ്റെ ബേസിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡോളറിൻ്റെ സൂപ്രമസി അല്ലെങ്കിൽ പവർ, പ്രത്യേകിച്ച് പെട്രോ ഡോളർ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ ബലത്തിലാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നല്ലൊരു, എന്താണ് പറയുന്നത്, ശക്തിയും കേന്ദ്രീകൃതമായിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കൂടെ, ഹോർമൂസ് കടലിലേക്ക് കൂടെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ പോകണമെങ്കിൽ, അതായത് എനർജിയുമായിട്ട് പോകുന്ന കപ്പലുകൾ പോകണമെങ്കിൽ, അവർ ചൈനയുടെ യുവാൻ എന്ന് പറയുന്ന കറൻസിയിൽ ട്രേഡ് നടത്തണം, അല്ലെങ്കിൽ യുവാൻ കൊടുത്തിട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അവർ ഈ കപ്പലുകളെ പോകാൻ അനുവദിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാനിനകത്ത് വിജയിക്കുകയാണെങ്കിൽ പെട്രോ ഡോളറിന് ഏൽക്കാൻ പോകുന്ന വലിയൊരു മാരകമായിട്ടുള്ള, എന്താ പറയുക, വളരെ ഒരു കിട്ടാൻ പോകുന്ന ഒരു മേജർ സെറ്റ് ബാക്ക് ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇറാൻ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കത്തില്ലെന്ന് നമുക്കറിയാം, അല്ലേ? കാരണം ഇറാൻ ഇപ്പോൾ തീർച്ചയായിട്ടും, ഓക്കെ, ഇറാന് ചൈനയും റഷ്യയും വളരെ, എന്താണ് പറയുന്നത്, ഈ കഴിയാവുന്നതിനും ഒക്കെ തന്നെ ഡീപ്പായിട്ടുള്ള അസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഈ യുദ്ധത്തിൽ കൊടുക്കുന്നുണ്ട്. നേരിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ തന്നെയും ബിഹൈൻഡ് ദ സീൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ കർട്ടൻ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഇറാന് കൊടുക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇറാൻ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ചൈനയ്ക്ക്, വളരെയധികം പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടാക്കുന്ന വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഗാമ്പിൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ചൈന അറ്റ് ഓൾ കോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അറ്റ് ഓൾ കോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഏത് വിധേനയും ഇറാനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, ഇറാൻ ചൈനയുടെ ഗ്രിപ്പിൽ നിന്നും, അല്ലെങ്കിൽ ചൈന റഷ്യയുടെ ഗ്രിപ്പിൽ നിന്നും പോയി അമേരിക്കയുടെ, ഇസ്രായേലിൻ്റെ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അനുഭാവപൂർവമായിട്ടുള്ളൊരു ഗവൺമെൻറ് അവിടെ ഉണ്ടാകാതിരിക്കാൻ ഈ പറഞ്ഞ രാജ്യങ്ങൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഇറാൻ തിരിച്ചും
ചൈനയുടെ കപ്പലുകളെ ഈ സ്ട്രെയിറ്റ് ഹോർമൂസ് കടലിൽ കൂടെ പോകാൻ അനുവദിക്കുകയും ഇപ്പോൾ പുതിയൊരു ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്. മറ്റു കപ്പലുകളൊക്കെ തന്നെ അതുവഴി പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചൈനയുടെ യുവാനിൽ, ഈ ഡോളറിലല്ല ചൈനയുടെ യുവാനിൽ ട്രേഡ് നടത്തണം എന്നാണ് ഇറാൻ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ അത് നമുക്കറിയത്തില്ല എത്രത്തോളം അത് പ്രായോഗികമാകും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അത് അംഗീകരിക്കുമെന്ന് നമുക്കറിയത്തില്ല. അത് തീർച്ചയായിട്ടും സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്തിൽ ഇറാനും ചൈനയും ഒക്കെ തന്നെ ഒരു വിജയം കണ്ടെത്തുവാൻ സാധിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ പെട്രോ ഡോളറും, തീർച്ചയായിട്ടും അമേരിക്ക ചെയ്യുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ അവരുടെ ഡോളറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഡോളറിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഒരു ഗ്ലോബൽ ഡോമിനൻസ് അല്ലെങ്കിൽ റിസർവ് കറൻസി എന്നുള്ള സ്റ്റാറ്റസിന് നിലനിർത്താൻ വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇപ്പോൾ ഇറാൻ വെച്ചിരിക്കുന്ന ഈ ഒരു വളരെ ഹാർഷായിട്ടുള്ള കണ്ടീഷൻ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രത്യേകിച്ച് അതുവഴി ഓയിൽ കടത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമുള്ള, എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും ഒക്കെ തന്നെ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോളറിനെ ഏൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ, പ്രത്യേകിച്ച് പെട്രോ ഡോളറിനെ ഏൽക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഒരു ബോൾഡ് സ്ട്രൈക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ളൊരു അടിയായിരിക്കും കിട്ടാൻ പോകുന്നതാണ്. അതായത് ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബൽ ഓയിൽ, അല്ലെങ്കിൽ ഈ നമ്മൾ എനർജിയുടെ കാര്യം എടുക്കുമ്പോൾ ഗ്ലോബൽ എനർജി ട്രാൻസ്പോർട്ടിൻ്റെ 20% മുകളിലും ഈ പറഞ്ഞ കടൽ ഇടുക്കിക്കൂടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ, ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗൾഫിലെ ഈ ഒരു യുദ്ധം, അതിൻ്റെ എന്താണ് പറയുക, ഇൻറ്റൻസിറ്റിക്കകത്ത് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇറാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും, അല്ലെങ്കിൽ ചൈനയെ സഹായിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. കാരണം നമുക്കൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോ ഡോളറും പെട്രോ യുവാനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചൈന കുറേ നാളുകളായിട്ട് അവരുടെ കറൻസിയിൽ ഈ ഓയിൽ ആഗോളപരമായിട്ട്, അതായത് ഡോളറിനുള്ള ഒരു നിലവിലുള്ള അവസ്ഥ ഹൈജാക്ക് ചെയ്തിട്ട് അത് ചൈന കരസ്ഥമാക്കുക എന്നുള്ളൊരു അംബീഷൻ അല്ലെങ്കിൽ ഒരു ആഗ്രഹം കൊണ്ടാണ് ചൈന മുന്നോട്ട് പോകുന്നത്. കാരണം അത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ പവർ സെക്യൂർ ചെയ്യാനും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഓയിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഗ്ലോബൽ ട്രേഡിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു പിന്നെ എന്താ പറയുക മെറ്റീരിയൽ അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഓയിൽ ആയതുകൊണ്ട്, ക്രൂഡ് ആയതുകൊണ്ട് അത് ഏത് കറൻസിക്ക് അനുകൂലമായിട്ടാണ് ആ ഒരു കമ്മോഡിറ്റി പെഗ് ചെയ്തിരിക്കുന്നത്, ആ കറൻസിക്ക് ലോകത്തിൽ വളരെ ശക്തി കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഡോളർ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെ സൈഡ് ലൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെ മാർജിനലൈസ് ചെയ്തിട്ട് ചൈനയുടെ കറൻസി ആയിട്ടുള്ള യുവാന് തീർച്ചയായിട്ടും ആ ഒരു പ്ലേസിലേക്ക് വരുവാൻ സാധിക്കുമെങ്കിൽ, തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് നമുക്കറിയാം ചൈനയ്ക്ക് ഈ ലോകത്ത്, അല്ലെങ്കിൽ ഈ ഡോളറിനുണ്ടായിരുന്ന, അമേരിക്കയ്ക്കുണ്ടായിരുന്ന ഒരു അധികാരം, ഡോമിനൻസ് ചൈനയ്ക്ക് ലഭിക്കും. പെട്ടെന്ന് ലഭിക്കത്തില്ലെങ്കിൽ തന്നെ ഗ്രാജുവലി അവർക്ക് ലഭിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ വർഷങ്ങളായിട്ട് അവർ ബ്രിക്സിൽ കൂടെയും അല്ലെങ്കിൽ അതിന് വെളിയിൽ കൂടെയും ഒക്കെ തന്നെ, കാരണം ഇപ്പം ഈ അമേരിക്കയുടെ സാങ്ഷൻസ് പല രാജ്യങ്ങൾക്കും മേലെ ഉള്ളത് ചൈനയെ സംബന്ധിച്ചൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് ആണ്. പ്രത്യേകിച്ച് ഈ ഓയിലുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറയുമ്പോൾ, എനർജി ഫീൽഡുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറയുമ്പോൾ, ഇപ്പോൾ വെനിസ്വേലയുടെ മുകളിൽ അമേരിക്കയുടെ പിന്നെ സാങ്ഷൻസ് ഉണ്ട്. അതായത് അവരുടെ പ്രസിഡന്റിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള കാര്യമാണത്. അപ്പം വെനിസ്വേല ഇതുപോലെ തന്നെ എനർജി റിസർവ് ഉള്ള ലോകത്തിലെ ഏറ്റവും നമ്പർ 1 റിസർവ് രാജ്യമാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ്. ചൈനയ്ക്ക് ഓയിൽ അല്ലെങ്കിൽ എനർജി അത്യാവശ്യമാണ്. അപ്പം അമേരിക്കയുടെ സമ്മർദ്ദം അല്ലെങ്കിൽ അമേരിക്കയുടെ സാങ്ഷൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയ്ക്ക് വെനിസ്വേലയുമായിട്ട് തീർച്ചയായിട്ടും ഈ യുവാനിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറാൻ്റെ മുകളിൽ സാങ്ഷൻ ഉള്ളതുകൊണ്ട് ഇറാനുമായിട്ട് യുവാനിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. റഷ്യയും ചൈനയും തമ്മിലുള്ള ഇടപാടുകളിലും ഒന്നുകിൽ റഷ്യ റൂബിളിലോ അല്ലെങ്കിൽ ചൈനയുടെ യുവാനിലോ അവർക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അമേരിക്കയുടെ സാങ്ഷൻസ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ മുകളിൽ വരുന്നതാണ് ചൈനയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. കാരണം അവർക്ക് അവരുടെ കറൻസിയെ കൂടുതൽ അന്താരാഷ്ട്ര മേഖലയിൽ, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ, നമ്മൾ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഈ എനർജിയുമായിട്ട് ബന്ധപ്പെടുന്ന പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്സിൽ അവരുടെ കറൻസിയെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാനും കൂടുതൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അമേരിക്ക ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട്
ചൈനയെ സഹായിക്കുന്ന ഇതിലാണ് ഈ മറ്റു രാജ്യങ്ങളുടെ മുകളിലുള്ള ഇതുപോലെ പ്രത്യേകിച്ച് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹൈപ്പോത്തിക്കേഷൻ പറയാം. നാളെ സൗദി അറേബ്യയുടെ മുകളിൽ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്താന്നിരിക്കട്ടെ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന റിസർവുള്ള രാജ്യമാണ്. തീർച്ചയായിട്ടും ചൈന ആ ഒരു ഗ്യാപ്പിലേക്ക് ഇടിച്ചു ചെല്ലുകയും സൗദിയുടെ എൻഡിയർ ഓയിൽ എക്സ്പോർട്ട് തീർച്ചയായിട്ടും യുവാനിൽ അവർക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചൈനയുടെ കറൻസിയെ ഗ്രാജുവലായിട്ട്, ഇല്ലേ, ബിറ്റ് ബൈ ബിറ്റ് എന്നതാണ്, പതുക്കെ പതുക്കെ അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ഗ്ലോബൽ ഒരു കറൻസിയാക്കി മാറ്റിയെടുക്കുന്നതിൽ അമേരിക്കയ്ക്കും ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പങ്കുണ്ടെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്ലോബൽ ഓയിൽ ട്രേഡും US ഡോളറിലാണ്. നമ്മൾ പറഞ്ഞത് 80% മേളെ റഷ്യൻ ഓയിൽ ഒന്നുകിൽ റൂബിളിലോ അല്ലെങ്കിൽ യുവാനിലോ ഒക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാന്റെ ഈ ഒരു നയം സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനും ഒരുമിച്ച് നിന്നിട്ട് ഈ ഒരു പരിപാടി, അതായത് ഇറാന്റെ ഈ കണ്ടീഷൻ കൂടുതൽ പിന്നെ പ്രായോഗികമാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഡോളറിന്റെ ഡോമിനൻസിനെ അത് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഡോളറിന് ഇപ്പോഴുള്ള ഡോമിനൻസ് ഇറോഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം US ഫൈനാൻഷ്യൽ പവർ, അല്ലെങ്കിൽ അമേരിക്കയിലെ ശരിക്കുള്ള ഒരു ആഗോള സാമ്പത്തിക മേഖലയിൽ അവർക്കുള്ള ഒരു ശക്തി അല്ലെങ്കിൽ സ്വാധീനം ഈ പെട്രോ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ളൊരു ആ, അവരുടെ നമ്മളിലെ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുക എന്ന് പറയത്തില്ലേ, അപ്പം അങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു സാധ്യത ഇതുണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും അവരുടെ കറൻസിക്കും വളരെ അധികം ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ തീർച്ചയായിട്ടും US കൂടുതൽ ശക്തമായിട്ട് യുദ്ധം ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഡോളറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഡോളറിന് ത്രട്ടമുണ്ടാകുന്ന എല്ലാ ജിയോ പൊളിറ്റിക്കൽ, ജിയോ എക്കണോമിക്സിലും അവർ ഇതുപോലുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ദശാബ്ദങ്ങളായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ ഇറാന്റെ ഈ ഒരു മൂവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അതിനെ ഏതെങ്കിലും രീതിയിൽ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് യുവാനിൽ ട്രേഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചോക്ക് പോയിന്റ് ഒക്കെ തന്നെ ഈ അതായത് ഈ ചോക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പോലുള്ള ചോക്ക് പോയിന്റ്സ് ഒക്കെ തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡോളറിനെ ആശ്രയിച്ചിരിക്കുന്ന എക്കോണമീസിനെ, പ്രത്യേകിച്ച് നമ്മൾ ഗൾഫിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ സൗദി, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, UAE ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഈ യുവാൻ സ്വീകരിക്കേണ്ട ഒരു, അല്ലെങ്കിൽ അവരെ അത് സ്വീകരിക്കാൻ ചിലപ്പോൾ ഒരു ഒരു ഫോഴ്സ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഈ സ്ട്രേറ്റ് ഹോർമസ് ഇറാന്റെ കൈവശമാണ്, അത് അവർ വിചാരിക്കാതെ അവിടെ നടക്കത്തുമില്ല, എന്നാൽ ഈ രാജ്യങ്ങൾക്കൊക്കെ ഓയിൽ എക്സ്പോർട്ട് ചെയ്തേ വരത്തുള്ളൂ. പക്ഷേ ഓയിൽ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ യുവാനിൽ വേണം ട്രേഡ് ചെയ്യാൻ. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഡോളറിനെ കൈയൊഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മളുടെ ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ അമേരിക്കയ്ക്ക് ഇപ്പോൾ നിലവിലുള്ള ഈ ഇക്കണോമിക് പവറിന്റെ ആ ഒരു നെഞ്ചത്ത് കത്തികയറ്റുന്ന പോലെ ആയിരിക്കും. അതുപോലെ തന്നെ ഡോളറൈസേഷൻ വളരെ ഫാസ്റ്റ് ആക്കാൻ സഹായിക്കുന്ന, കാരണം ഡോളറൈസേഷൻ റഷ്യയും ഇറാനും ചൈനയും വളരെ കാലമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യനകത്ത് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കൊരു കാഴ്ചയില്ല നമുക്ക്, കാരണം ഓൾറെഡി ഒഫീഷ്യലായിട്ട് നമ്മളത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡോളറൈസേഷൻ ഇന്ത്യയുടെ ഒരു നയമല്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ലക്ഷ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മളെ ഡോളറൈസേഷനിൽ പങ്കുചേരാൻ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ തന്നെ ട്രംപിന്റെ അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഒരു പക്ഷേ ഈ മറ്റു രാജ്യങ്ങളായതെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ എന്നാൽ ഇതുപോലെ തന്നെ ഈ അമേരിക്കയിലെ ഡോളറിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള പരിപാടിയിലേക്ക് നമ്മൾ മാറിയേനെ. നമുക്ക് കൂടുതൽ പലതരത്തിലുള്ള ഭീഷണികളൊക്കെ നമുക്കുണ്ടാകും. നമ്മുടെ രാജ്യത്തിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആക്രമിക്കാനൊക്കെ തന്നെ അവർ അതിനുള്ള എന്താ പറയുന്നത് ചട്ടങ്ങൾ ഉണ്ടാക്കും. പാകിസ്ഥാനെ കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് വരുവാനുള്ള പ്രൊവോക്കേഷൻ, അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് പണ്ടും കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ പ്രത്യക്ഷമായിട്ട് ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു നയത്തിന്റെ ഭാഗമാകുവാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റഷ്യയും ചൈനയും ഇറാനുമാണ് വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും. കാരണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഒരു ഭാഗം കൂടാണിത്. കാരണം ഇറാനാണ് അതിനകത്തിലെ ഏറ്റവും വലിയൊരു ഹബ്ബായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇറാനെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തകർത്ത് അവിടുത്തെ ഭരണമാറ്റം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ ചൈനയുടെ ഏറ്റവും വലിയ
അംബീഷൻ എന്ന് പറയുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് BRI അവർക്ക് തീർച്ചയായിട്ടും അത് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ചൈനയും റഷ്യയും ഏത് വിധേനയും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കത് ലാസ്റ്റ് ബെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവരുടെ ഏഹ്, റഷ്യക്കും ചൈനയ്ക്കും സ്വാധീനമുള്ള മറ്റു രാജ്യങ്ങളെയൊക്കെ തന്നെ വൺ ബൈ വൺ ആയിട്ട് അവരെല്ലാം നോക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞു. ഇറാഖ്, സിറിയ, ലെബനൻ, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇനി അവസരം അവശേഷിക്കുന്ന ഇറാനാണ്. ഇറാനോടെ പോയി കഴിഞ്ഞാൽ ചൈനയ്ക്കും റഷ്യയ്ക്കും തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള യൂറേഷ്യൻ ഒരു ഹാർട്ട്ലാൻഡിലെ അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കുമോ എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ ഫൈറ്റ് ടു ദ ലാസ്റ്റ് ഡിച്ച് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ അങ്ങനൊരു ഫൈറ്റ് ആയിരിക്കും നമുക്ക് ഇനിയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ഡോളറിനെ തകർക്കുക, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക. അത് ഇറാൻ ജയിച്ചു കഴിഞ്ഞാൽ, കാരണം ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന് നമുക്കറിയാം. കാരണം യുവാനെ സപ്പോർട്ട് ചെയ്ത് ആണ് ഇറാൻ മുന്നോട്ട് വന്നതെങ്കിൽ തീർച്ചയായിട്ടും ചൈനയുടെ ബാക്കിങ്ങോട് കൂടി തന്നെ ആയിരിക്കും, സപ്പോർട്ട് കൂടി തന്നെ ആയിരിക്കും ഇറാൻ ഈ ഒരു പ്രസ്താവനയുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷനായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചോക്ക് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ 20 മുതൽ 25% ഗ്ലോബൽ എനർജി സപ്ലൈ കൈകാര്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോക്ക് പോയിന്റ് ആണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഒരു എനർജി റൂട്ടാണ്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് അത് എങ്ങനെ അവർ ഇതിനെ പിന്നെ എന്താണ് പറയുന്നത്, ഇറാൻ്റെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ അനുവദിക്കുമോ അല്ലെങ്കിൽ അവർ അതിന് സമ്മതം മൂടുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. കാരണം എല്ലാവർക്കും അവരുടെ കച്ചവടവും സമ്പദ് വ്യവസ്ഥയൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു US ഡോളറിനെ ഏകദേശം 80% വരുന്ന ഗ്ലോബൽ ഓയിൽ ട്രേഡ് നടത്തുന്ന US ഡോളറായതുകൊണ്ട് ഈ പറഞ്ഞ ഈ പെട്രോ യുവാൻ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഈ ഒരു ഇറാൻ്റെ പുതിയ ഡിമാൻഡ് അത് നമുക്ക് വളരെയധികം പ്രത്യാഘാതങ്ങൾ അമേരിക്കൻ എക്കോണമിയിലും ഏകദേശം അമേരിക്കൻ ഡോളറിൻ്റെ ഇപ്പോൾ നിലവിലുള്ള സ്ട്രെങ്തിനെ കൂടുതൽ വീക്കൻ ചെയ്യുന്ന അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. അതായത് ലോങ് ടൈമിൽ 10 മുതൽ 20% വരെ ഡോളർ ദുർബലപ്പെടാം. ബ്രിക്സ് ഇതിനകത്തൊരു കാര്യമായിട്ടുള്ള റോളെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ റോൾ നമുക്കറിയത്തില്ല. പക്ഷേ റഷ്യയും ചൈനയുമാണ് ഇക്കാര്യത്തിൽ, ഇറാനും ആണ് ഏറ്റവും മുൻപന്തിയിൽ ഈ ഡീഡോളറൈസേഷന് വേണ്ടി വളരെ ആക്റ്റീവായിട്ട് പണിയെടുക്കുന്ന 3 രാജ്യങ്ങൾ നടക്കുന്നത്. കാരണം ഈ 3 രാജ്യങ്ങൾക്കെതിരെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള അമേരിക്കയുടെ സാങ്ഷൻസും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ ഉള്ളത്. റഷ്യയും ഇറാനും ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞു. അതിൽ പക്ഷേ അടുത്തൊരു ടാർഗറ്റ് ചൈനയാകാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം തായ്വാൻ എന്ന് പറഞ്ഞൊരു ട്രിഗർ ഉണ്ട് അവിടെ. തായ്വാനെ ട്രിഗർ ചെയ്ത് ചൈനയെ ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ ഇറാൻ പ്രോജക്റ്റ് കഴിഞ്ഞാൽ അമേരിക്ക ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ ഒരു ഇറാൻ്റെ നിലപാട് അല്ലെങ്കിൽ ഇറാൻ്റെ ഈ ഒരു ഹാർഷായിട്ടുള്ള കണ്ടീഷൻ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോളറിനും അല്ലെങ്കിൽ പെട്രോ ഡോളറിനും വളരെ എന്താണ് പറയുന്നത് ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി അല്ലെങ്കിൽ എന്താണ് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു ത്രെട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് തൽക്കാലമില്ല. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളുടെ ഒന്നും അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇതിനെ എങ്ങനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ നിരാകരിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം തീർച്ചയായിട്ടും. അപ്പോൾ പെട്രോ ഡോളറിന് പകരം പെട്രോ യുവാൻ ഗ്ലോബൽ ട്രേഡിലേക്ക് വരുവാൻ വേണ്ടിയുള്ള ഒരു എന്താണ് പറയുന്നത് ശ്രമം ഇപ്പോൾ ഇറാനെ പ്രോക്സിയായിട്ട് നിർത്തിക്കൊണ്ട് ചൈന നടത്തുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞ ടോപ്പിക് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.